വടകര MDMA കേസിൽ 5 പ്രതികളാണ് ഇതുവരെ അറസ്റ്റിലായത്. ഇതിൽ 3 പേർ പേരാമ്പ്ര BRCയിലെ അധ്യാപികമാരായിരുന്ന കീർത്തനയും കാവ്യയും നീഷ്മയും. മൂവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കായി സമീപ നാളുകളിൽ 15 ലക്ഷത്തിലധികം രൂപ എത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതികൾക്ക് അന്തർസംസ്ഥാന ലഹരി ലോബികളുമായി ബന്ധമുണ്ടെന്നും SIT കണ്ടെത്തി. വിദേശ ഫോൺ നമ്പറുകൾ വരെ ലഹരി ഇടപാടിനായി ഉപയോഗിച്ചിരുന്നു. അവസാനം അറസ്റ്റിലായ കണ്ണൂർ ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ 6 മാസത്തിനിടെ 1 കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടന്നു. ഓൺലൈൻ ഡെലിവറി ബോയിയായാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. സംഘത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയാണ്. സമീപ നാളുകളിൽ ജില്ലയിൽ പിടിയിലായ യുവതീ-യുവാക്കൾക്ക് സംഘവുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അറസ്റ്റിലായ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കും. നാർക്കോട്ടിക്സ് ബിസിനസ് നടത്തി സ്വത്തുക്കൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിച്ച് അത് അറ്റാച്ച്മെന്റ് NDPS ആക്ടിലെ കീഴിൽ അറ്റാച്ച്മെന്റ് നടത്തുകയും കൂടുതൽ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം നടത്തി അവരെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും പ്രത്യേക അന്വേഷണ സംഘം. കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ 3 അധ്യാപികമാരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ഇവർക്കെതിരെ നേരത്തെ തന്നെ പരാതികൾ ഉണ്ടായിട്ടും സംരക്ഷണമൊരുക്കുന്ന നിലപാടാണ് BPC സ്വീകരിച്ചതെന്ന് കുറ്റപ്പെടുത്തുന്നു നാട്ടുകാർ. മുമ്പ് പല സ്കൂളുകളിൽ നിന്നും ഈ അധ്യാപകന്മാർക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. പക്ഷേ പേരാമ്പ്ര BPC DPCക്ക് അതായത് ജില്ലാ കോർഡിനേറ്റർക്ക് ഇതിൻ്റെ പരാതി പോയിട്ട് പോലും ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. റിമാൻഡിലുള്ള പ്രതികൾക്കായി അന്വേഷണ സംഘം ഉടൻ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. വടകരയിൽ നിന്ന് 2.1 ഗ്രാം MDMAയുമായി വിൽപ്പനക്കാരൻ സഫ്വാൻ ഓപ്പറേഷൻ തൂഫാനിൽ കുടുങ്ങിയ കേസാണ് സംസ്ഥാനത്തെ ഞെട്ടിച്ച് ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.